മലപ്പുറം പാലക്കാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലം നിരന്തരം അടച്ചിട്ട് അറ്റകുറ്റപ്പണി നടത്തിയിട്ടും പാലത്തിന്റെ കേടുപാട് മാത്രം തീരാത്തതാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിനിടയാക്കുന്നത്. ഓരോ തവണ പാലം അടച്ചിടുമ്പോഴും ദുരിതം പേറേണ്ടി വരുന്നത് പാവം ജനങ്ങളാണ്. എളുപ്പത്തിലെത്തേണ്ട ലക്ഷ്യസ്ഥാനത്തെത്താൻ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. ഈ വർക്കുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ PWD, പോലീസ്, RTO ഈ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ചേർന്നിരുന്നു. ആ മീറ്റിങ്ങിൽ ഈ വർക്കിനെ പറ്റിയും ഇതിൽ മുന്നേ നടന്ന വർക്കിനെ പറ്റിയും ജനങ്ങളുടെ ആശങ്കയും പരാതികളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാസ്സായിട്ടുള്ള ഈ ഫണ്ട് 25 ലക്ഷം രൂപ അത് ഏത് രൂപത്തിലാണ് വിനിയോഗിക്കുന്നത് എന്നതിനെപ്പറ്റി അവിടെ PWD, AXC അടക്കമുള്ള ആളുകൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയും എന്തെല്ലാം വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്, ഇപ്പോൾ ഈ പാലത്തിൽ കണ്ട ഈ വിള്ളൽ ഏത് രൂപത്തിലാണ് പരിഹരിക്കുക എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മെമ്പർമാർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രൂപത്തിൽ ഈ വർക്ക് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ അതിൽ തീർച്ചയായും ഇടപെടുകയും അത് പണി നിർത്തിവെക്കുന്ന രൂപത്തിൽ ഇവിടെ ഏത് രൂപത്തിലാണോ ഇതിൻ്റെ എസ്റ്റിമേറ്റിലും കാര്യങ്ങളുള്ളത് ആ രൂപത്തിൽ ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ എല്ലാവിധ ശ്രദ്ധയുണ്ടാവും. എല്ലാ സമയത്തും പഞ്ചായത്ത് ഭരണസമിതിയുടെ പെട്ട ആളുകൾ ഇവിടെ സന്ദർശിക്കുകയും വർക്കുകൾ നിരീക്ഷിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അവിടെ മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ കോൺട്രാക്ടറും ഒരു ടീമും വളരെ നേരത്തെ തന്നെ ഇതിനു വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി ജനങ്ങൾക്ക് പ്രയാസം എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അടിക്കടി ഇതുപോലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുള്ള അറ്റകുറ്റപ്പണിക്കു പകരം പുതിയ പാലം എന്ന ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ പുതിയ പാലം നിർമ്മാണം വർഷങ്ങളായി രാഷ്ട്രീയ വടംവലിയിൽ നീണ്ടുപോകുകയാണ്. പാലം സ്ഥിതി ചെയ്യുന്ന കോട്ടക്കൽ മണ്ഡലം UDF-ഉം പട്ടാമ്പി മണ്ഡലം LDF-ഉമാണ് ഭരിക്കുന്നത്. ഈ MLA-മാർ ഒന്നിച്ചു മനസ്സുവെച്ചാൽ പുതിയ പാലം യാഥാർത്ഥ്യമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. മുന്നേ നടന്ന ഒരു വർക്കിലുള്ള അപാകതയും പ്രതിഷേധവുമാണ് ജനങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അന്ന് തീർച്ചയായും അതിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ചില ദിവസങ്ങൾ വർക്ക് നടന്നിട്ടില്ല. ഒരു മാസം എന്ന് പറഞ്ഞ് അതിലേറെ അധികം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് കാണാനൊരു പെയിൻറ്റിങ് മാത്രമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിലുള്ളൊരു വർക്കിന് എന്തായാലും പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിൽക്കുകയില്ല. വളരെ ശക്തമായ ഇടപെടൽ നടത്തി തിരുത്തലുകൾ വേണ്ട സമയത്ത് തിരുത്തലുകൾ നടത്തി ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് ഈ പാലം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. എത്ര നന്നാക്കിയാലും നന്നാകാത്ത തിരുവേഗപ്പുറ പാലം അധികാരികളുടെ വെള്ളാനയാണ്. ബലക്ഷയത്തിന്റെ പേര് പറഞ്ഞ് കഴിഞ്ഞ വർഷം മാത്രം ഒരു തവണ പൂർണ്ണമായും അടച്ചിട്ടും 3 തവണ ഭാഗികമായും അടച്ചിട്ടും അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. എന്നിട്ടും പാലം ഇപ്പോഴും പഴയപടി തന്നെ. ഈ ചാനൽ ന്യൂസ്, പട്ടാമ്പി.